നമസ്കാരം. മിണ്ടാതിരിക്കൽ ഞങ്ങളുടെ നയമല്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അതുകൊണ്ട് കളിക്കാൻ വരുന്നവരെ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇസ്രയേൽ വിഷയത്തിൽ ഉറച്ച തീരുമാനവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ലോക രാജ്യങ്ങൾ വ്യത്യസ്തവും സങ്കീർണവുമായ പ്രതികരണങ്ങൾ തുടരുമ്പോഴാണ് ശക്തവും വ്യക്തവുമായ തീരുമാനങ്ങളുമായി ലോകത്തെ ഞെട്ടിച്ചിരിക്കാൻ ഇറാന്റെ ഏറ്റവും പുതിയ ആഹ്വാനമാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളിൽ ചർച്ചയാകുന്നത്. ടെഹ്റാനിൽ നടന്ന പ്രതിവാര പത്രസമ്മേളനത്തിൽ ഇറാൻ വിദേശകാര്യ വക്താവ് എസ്മയേൽ ബാഗായി ഇസ്രയേലുമായുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക് പ്രാദേശിക രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തതോടെയാണ് ചർച്ചകൾക്ക് തുടക്കമായത്. ഇസ്രയേലിനെ ഒരു അധിനിവേശ വംശഹത്യ ഭീകര ഭരണകൂടമായാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇസ്രയേലുമായി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളെയും ആക്രമണങ്ങളെയും അംഗീകരിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരെയുള്ള വികാരം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ ഇസ്രയേലുമായി വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചതായും ബാഗായി കൂട്ടിച്ചേർത്തു. ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ശക്തികളെ നേരിടാൻ ഒരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാനുള്ള ഇറാന്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിച്ചു. ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും അടുത്തിടെ 10ഓളം രാജ്യങ്ങളിൽ സൈനിക ആക്രമണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എക്കാലത്തും ശത്രുതയിലായിരുന്നില്ല. 1979 ഇറാനിയൻ വിപ്ലവത്തിന് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു. ഇസ്രയേലിന്റെ എണ്ണ ആവശ്യകതകൾക്ക് പ്രധാന ഉറവിടം ഇറാനായിരുന്നു. പക്ഷേ 1979 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. ഇസ്രയേലിന്റെ ഉപരോധം തകർക്കാൻ ഗാസയിലേക്ക് പോകുന്ന സഹാഫ്ലോട്ടലുകളും പലസ്തീൻ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അന്താരാഷ്ട്ര സംഘടനകൾ കാണിക്കുന്ന നിഷ്ക്രിയത്തോടുള്ള ആഗോള രോക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണെന്നും അതിനെ എതിർക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഈ ശ്രമങ്ങളെ വെറും പ്രതീകാത്മകമായല്ല, ഗാസയിലെ അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ആഗോള നേതാക്കളെ നിർബന്ധിക്കുന്ന ഒരു ഉണർവിന്റെ ഭാഗമാണ്. ഗാസയിലെ വംശഹത്യക്ക് അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കുണ്ട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനവുമായി ഒത്തുപോയത് ഇതിന് തെളിവാണ്. UN മനുഷ്യാവകാശ കൗൺസിൽ ഗാസയിലെ സംഭവങ്ങൾ വംശഹത്യയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ഇറാനിയൻ പ്രതിനിധി സംഘത്തിലെ ചില അംഗങ്ങൾക്ക് വിസ ലഭിച്ചതായും ബാഗായി കൂട്ടിച്ചേർത്തു. അമേരിക്ക കാലതാമസവും നിയന്ത്രണങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇറാനിയൻ പ്രതിനിധികൾക്ക് മേലുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ UN ആസ്ഥാനത്തിന്റെ ആതിഥേയത്വ രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ ബാധ്യതകളുടെ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ആണവ പരിപാടിയെക്കുറിച്ചും 2015 ആണവ കരാർ പ്രകാരം പിൻവലിച്ച UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ പുനരാരംഭിക്കുന്നതിന് തടയുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇറാൻ ഈ വേദി ഉപയോഗിക്കുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറജാഗി 3 യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരായും യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ ഉന്നത പ്രതിനിധിയുമായും ഫോൺ സംഭാഷണങ്ങൾ നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. സിറിയൻ ജനതയ്ക്ക് തങ്ങളുടെ ഭാവി സ്വയം നിർണ്ണയിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഇറാന്റെ ബന്ധം പുനഃസ്ഥാപിക്കാൻ തിടുക്കമില്ലെന്നും സിറിയൻ അധികാരികൾ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്ക് സഹകരണം അനിവാര്യമാണെന്ന് തീരുമാനിക്കുമ്പോൾ ബന്ധം പുനർനിർമ്മിക്കാൻ ഇറാൻ തയ്യാറാണ്. ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിരോധിക്കുന്നുള്ള ഇറാന്റെ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടും. അമേരിക്കയുടെ ഭീഷണിക്കെതിരെ നിലകൊള്ളാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇറാന്റെ സഹകരണം സാങ്കേതികപരമായ കാര്യങ്ങളിൽ ഏജൻസിക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദത്താൽ റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നതിൽ അദ്ദേഹം ഏജൻസി വിമർശിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ സങ്കീർണവും വ്യത്യസ്തവുമാണ്. ചില രാജ്യങ്ങൾ ഗാസയിലെ പ്രതിസന്ധിയെ ശക്തമായി അപലപിക്കുമ്പോൾ മറ്റു ചിലർ നയതന്ത്രപരമായ സമന്വയം പാലിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കാൻ ഇറാൻ ശ്രമിക്കുകയാണ്. ഇതൊരു പുതിയ അറബ് ഇസ്ലാമിക് കൂട്ടായ്മയ്ക്ക് വഴി തുറന്നേക്കും. ഇസ്രയേൽ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ
ഈ ബഹിഷ്കരണ ആഹ്വാനം കൂടുതൽ ആഗോള പിന്തുണ നേടാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച